നിത്യസംഭവങ്ങൾ മനുഷ്യ മനസ്സുകളെ കലുഷിതമാക്കുന്ന ഈ കലികാലത്ത് മനസ്സിനെ കോൾമയിൽ കൊള്ളിക്കുന്ന കൃഷ്ണകഥകൾ നമുക്ക് കേൾക്കാം. പുരാണ കഥാമാലികയിലെ കൃഷ്ണലീലകൾ നമുക്ക് തുടരാം. കൃഷ്ണ ഗുരുവായൂരപ്പ. പാടിയും പറഞ്ഞും ചൊല്ലിക്കേട്ടും ഭാരതവർഷത്തിലെ അമ്മമാരുടെ മനസ്സുകളിൽ ആഴത്തിൽ പതിഞ്ഞവയാണ് കൃഷ്ണലീലകൾ. വൃന്ദാവനത്തിലെ ഗോപികമാരായി സ്വയം സങ്കല്പിക്കാത്ത പെൺകുടിമാരും തങ്ങളുടെ കുരുന്നു കുഞ്ഞുങ്ങളെ ഉണ്ണിക്കണ്ണനായി കാണാത്ത അമ്മമാരും നന്നേ കുറവായിരിക്കും. അതുകൊണ്ടാണല്ലോ ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വരവിലാപം എന്ന കവിസങ്കല്പം. കുട്ടികളില്ലാത്ത അമ്മമാർ പോലും ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നു പാടിയതും വെറുതെയല്ല. വൃന്ദാവനത്തിലെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കിരീടം വെക്കാത്ത നേതാവായിരുന്നു ഗോപികമാരുടെ ഉറക്കം കെടുത്തിയ നമ്മുടെ കാർവർണ്ണൻ. ശ്രീകൃഷ്ണനും ജ്യേഷ്ഠൻ ബലരാമനും സമീപ പ്രദേശത്തെ മറ്റു കുട്ടികളെല്ലാം കൂടിയ ഈ വികൃതി സംഘം കാട്ടിക്കൂട്ടാത്ത പൊരുത്തക്കേടുകളില്ല. അന്നൊക്കെ വീടുകളിൽ എന്തിനും ഏതിനും മൺകുടങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. തലയിൽ വെള്ളം നിറച്ച മൺകുടങ്ങളുമായി നടന്നു വരുന്ന ഗോപികമാരെ ഒളിഞ്ഞിരുന്ന് തെറ്റാലുകൊണ്ടെയ്ത് മൺകുടം പൊട്ടിക്കുക ഇവരുടെ ഒരു സ്ഥിരം കലാപരിപാടിയായിരുന്നു. ഉണ്ണിക്കണ്ണൻ്റെ വെണ്ണക്കൊതിയെപ്പറ്റി പറഞ്ഞു കേൾക്കാത്തവരുണ്ടോ? കണ്ണനെ പേടിച്ച് യശോദാമ്മയും മറ്റു ഗോപികമാരും വെണ്ണക്കുടങ്ങൾ താഴെ വയ്ക്കാതെ ഉറിയിൽ കെട്ടിത്തൂക്കാൻ തുടങ്ങി. ഒരു ദിവസം പതിവ് പോലെ വെണ്ണ കടഞ്ഞ് കലത്തിൽ വെച്ച് അതൊരു ഉറിയിൽ വെച്ചതിന് ശേഷം ഗോപികമാർ പുറത്തുപോയി. ആ തക്കം നോക്കി നമ്മുടെ തസ്കര സംഘം വെണ്ണ മോഷ്ടിക്കുവാനായി അവിടെ എത്തി. വെണ്ണ എടുക്കുവാനായി ചാടിയിട്ടും എത്തുന്നില്ലല്ലോ. ഉണ്ണിക്കണ്ണൻ്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു. അവൻ കൂട്ടുകാരോട് തോളിൽ കൈയിട്ട് വട്ടത്തിൽ നിൽക്കുവാൻ പറഞ്ഞു. എന്നിട്ട് അവരുടെ തോളിനു മീതെ ചാടിക്കയറി വെണ്ണക്കുടം മെല്ലെ താഴെ ഇറക്കി. വിജയഭാവത്തിൽ താനും കൂട്ടുകാരും കൂടി ആവോളം വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാവം ഗോപികയുടെ വരവ്. ഗോപികയെ കണ്ടപാടെ നമ്മുടെ തസ്കര സംഘം വെണ്ണക്കുടം താഴെയിട്ട് ഓടടാ ഓട്ടം. ഓടിവലഞ്ഞ ഗോപികമാർ സഹികെട്ട് യശോദാമ്മയുടെ അരികിൽ പരാതിയുമായി എത്തി. അങ്ങനെയാണല്ലോ നമ്മുടെ ഉണ്ണിക്കണ്ണന് നവനീത ചോരൻ എന്ന പേര് വീണത്. ഇന്നും ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമി നാളിൽ ഈ വെണ്ണമോഷണത്തെ അനുസ്മരിപ്പിക്കുന്ന ഉറിയടിയും മറ്റ് ആഘോഷങ്ങളും നടത്തുന്നത്. അന്നൊക്കെ സമൃദ്ധിയുടെ പ്രതീകമായിരുന്നു വെണ്ണ. പോഷകാഹാരക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്ന ഗ്രാമങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് പോഷകാംശം നിറഞ്ഞ വെണ്ണ വിതരണം ചെയ്ത ഒരുപക്ഷെ അക്കാലത്തെ ഏറ്റവും വലിയ ന്യൂട്രീഷനിസ്റ്റും നമ്മുടെ ഉണ്ണിക്കണ്ണനായിരുന്നിരിക്കാം അല്ലേ? ആ ചോദ്യം നിങ്ങൾക്ക് വിടുന്നു.